അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാക്ഷിയോടും കൂടെ ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ നല്ല മനസ്സാക്ഷിയോടുകൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? പൗലോസിൻ്റെ സാക്ഷ്യം അതായിരുന്നു. പൗലോസ് അങ്ങനെ തന്നെയായിരുന്നു ജീവിച്ചത്. പൗലോസിനെ വിസ്തരിക്കുവാൻ വേണ്ടി ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെ നിർത്തിയിരിക്കുകയാണ്. ആ സമയത്ത് മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് പൗലോസിൻ്റെ വായ്ക്ക് അടികൊടുപ്പാൻ കൽപ്പിച്ചു. പൗലോസ് പെട്ടെന്ന്, ദൈവം നിന്നെ അടിക്കും, വെള്ള തേച്ച ചുവരെ, നീ ന്യായപ്രമാണപ്രകാരം എന്നെ വിസ്തരിപ്പാൻ ഇരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് പറഞ്ഞു. അപ്പോൾ അരികെ നിൽക്കുന്നവൻ, നീ ദൈവത്തിൻ്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, സഹോദരന്മാരെ, മഹാപുരോഹിതനെന്ന് ഞാൻ അറിഞ്ഞില്ല, നിന്റെ ജനത്തിൻ്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നല്ല മനസ്സാക്ഷിയോടെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ ജീവിക്കുന്ന ഒരാളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അറിവില്ലായ്മ കൊണ്ട് ഒരു തെറ്റ് സംഭവിച്ചാൽ, വാക്കിൽ തെറ്റിപ്പോയാൽ, കോപത്തോടെ സംസാരിച്ചാൽ, പരിശുദ്ധാത്മാവ് ആ ക്ഷണത്തിൽ തന്നെ ആ തെറ്റിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമ്പോൾ ഏറ്റുപറയുവാനുള്ള താഴ്മ, മനുഷ്യരോടും ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാനുള്ള ആ വിനയം ആ വ്യക്തിക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. അനന്യാസ് എന്ന മഹാപുരോഹിതൻ ആണ് പൗലോസിനെ അടിക്കുവാനായിട്ട് കൽപ്പിച്ചത്. പക്ഷേ പൗലോസ് അറിഞ്ഞിരുന്നില്ല അനന്യാസ് മഹാപുരോഹിതൻ ആയിരുന്നു എന്നുള്ളത്. ന്യായപ്രമാണം പഠിച്ച പൗലോസിനറിയാം, ജനത്തിൻ്റെ അധിപതിയെ ദുഷിക്കുവാൻ പാടില്ല. അത് മോശ കൊടുത്ത പ്രമാണമാണ്. അത് പൗലോസ് പഠിച്ചിരുന്നു. ജനത്തിൻ്റെ അധിപതിയെ ദുഷിക്കുവാൻ പാടില്ല. പക്ഷേ പൗലോസ് ഇപ്പോൾ ജനത്തിൻ്റെ അധിപതിയെ ദുഷിച്ചു, മഹാപുരോഹിതനെ ദുഷിച്ച് സംസാരിച്ചു. ദൈവം നിന്നെ അടിക്കും എന്ന് മഹാപുരോഹിതനോട് പറഞ്ഞു. വെള്ള തേച്ച ചുവരെ എന്ന് പൗലോസ് മഹാപുരോഹിതനെ വിളിച്ചു. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആരോ ഒരാൾ, നീ ദൈവത്തിൻ്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പൗലോസിന് താൻ ശകാരിച്ചതും ദേഷ്യപ്പെട്ടതും ഒക്കെ ജനത്തിൻ്റെ അധിപതിയെ ആയിരുന്നു എന്ന് മനസ്സിലാക്കിയത്. ആ നിമിഷം തന്നെ പൗലോസ് ദൈവത്തിൻ്റെ മുമ്പാകെ വിനയപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാരെ, മഹാപുരോഹിതൻ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ക്ഷമാപണത്തിൻ്റെ സ്വരം, വാക്കുകൾ പൗലോസിൻ്റെ നാവിൽ നിന്നും അപ്പോൾ പുറപ്പെടുകയാണ്. ജനത്തിൻ്റെ അധിപതിയെ ദുഷിക്കരുത് എന്നാണല്ലോ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം മഹാപുരോഹിതൻ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. തീർച്ചയായും വളരെ മാതൃകയാക്കേണ്ട ഒരു കാര്യം ആണല്ലോ നമ്മളിവിടെ ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ തെറ്റ് സംഭവിക്കാം. എന്നാൽ തിരുത്തപ്പെടുവാനുള്ള മനസ്സ് നമുക്കില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് എങ്ങനെ നല്ല മനസ്സാക്ഷി ഉണ്ടാകും? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും തെറ്റിപ്പോകുന്നവരാണ്. തെറ്റിപ്പോകുന്ന ഹൃദയമാണ് മനുഷ്യർക്കെല്ലാവർക്കും ഉള്ളത്. അറിഞ്ഞോ അറിഞ്ഞുകൂടാതെയൊക്കെ മനുഷ്യ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ആരാണെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ തെറ്റ് സമ്മതിക്കുകയും ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റുപറയുകയും ചെയ്യേണ്ടത് നല്ല മനസ്സാക്ഷി ഉണ്ടാകുവാൻ തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും. ഇന്ന് പലർക്കും മനസ്സാക്ഷിയില്ല. എന്തെല്ലാം പറഞ്ഞിട്ടും, ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടും, ചീത്തത്തരങ്ങളും പൊട്ടച്ചൊല്ലും കളിവാക്കും ദൂഷണവാക്കുകളും ഒക്കെ പറഞ്ഞിട്ടും യാതൊരു പശ്ചാത്താപവും ഇല്ലാത്ത ഒരുപാട് മനുഷ്യർ. അവർക്കെങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ നല്ല മനസ്സാക്ഷിയോടെ ജീവിച്ചു എന്ന് പറയുവാൻ സാധിക്കും? ഒരു നാളും സാധിക്കുകയില്ല. മനുഷ്യരോടും ദൈവത്തോടും നല്ല മനസ്സാക്ഷി
ഉണ്ടാകണം. അത് ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക്, പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്നവർക്ക് മാത്രമാണ് കഴിയുക. അതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മിലെ രൂപാന്തരം, അതാണ് ദൈവത്തിൻ്റെ വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി നല്ല വീടോ നല്ല ജോലിയോ നല്ല സാമ്പത്തിക പശ്ചാത്തലമോ ഒക്കെ ലഭിച്ചു എന്നതിൽ മാത്രം പ്രശംസിക്കുവാനുള്ളതല്ല നമ്മുടെ ജീവിതം. യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ, മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം വിലയിരുത്തണം. പണ്ടത്തെ ജീവിതവുമായിട്ട് നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഇല്ല എങ്കിൽ ക്രിസ്തു നമ്മിൽ ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ അവകാശപ്പെടുവാൻ സാധിക്കും? ദൈവരാജ്യമെന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയമോ ഒന്നുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ ഉള്ള സന്തോഷവുമാണ്. ഞാൻ ദൈവരാജ്യത്തിൽ ആകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എനിക്ക് മനുഷ്യരോടും ദൈവത്തോടും എപ്പോഴും നല്ല മനസ്സാക്ഷി ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഈ വചനത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ സമർപ്പിക്കാം. നമുക്ക് നല്ല മനസ്സാക്ഷിയുള്ളവരായിട്ട് ജീവിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. സ്വർഗ്ഗപിതാവേ, അവിടുത്തെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. വചനം കേട്ട എല്ലാവർക്കും ദൈവത്തിൻ്റെ മുമ്പാകെ നല്ല മനസ്സാക്ഷി നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.